എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം പറഞ്ഞു മോനെ. ആളെ നിൽക്കുന്നത് ഇവിടെയാണ് മെയിലാണ്. അപ്പൊ നമ്മളൊരു ചെറിയൊരു ചെരുപ്പ് വാങ്ങാൻ പോകണം കുട്ടിക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാവലിങ്ങിന്റെ ഇടയ്ക്ക് ആളുടെ ചെരുപ്പ് ഊരിപ്പോയി. അറിഞ്ഞില്ല. ആള് ഉറങ്ങിപ്പോയപ്പോ ചെരുപ്പ് ഊരിപ്പോയി. എറണാകുളത്തേക്ക് പോണ വഴിക്ക് ആ ട്രാഫിക്കിന്റെ ഇടയ്ക്ക് എവിടെയോ പോയി. അപ്പോൾ വീട്ടിലിടാൻ 2 വള്ളിയുടെ ചെരുപ്പില്ല. അത് ഇന്ന് വാങ്ങാൻ പോവാണ്. അപ്പൊ ചെറിയൊരു ഷോപ്പിംഗ് പറയാൻ പറ്റില്ല, ചെറുത്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ കുട്ടിക്ക് മാത്രം ഒരു ചെരുപ്പ് വാങ്ങാൻ വന്നാട്ടാ. പക്ഷെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞ്. ഇവിടെയാണ് ചെരുപ്പ് വാങ്ങാൻ വന്നത്. ആലുവയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചെരുപ്പ് ഏതൊക്കെ വാങ്ങിച്ചത് കാണിച്ചു തരാം. ചെരുപ്പ് ഏതൊക്കെ കാണിച്ച് എത്ര രൂപ? 299. 300 രൂപ. പിന്നെ സെർവിന് 2 ചെരുപ്പ് വാങ്ങിച്ചു. ഒന്ന് ആ ടൈപ്പ് വാങ്ങിച്ച്. അത് മറ്റേ സ്ലിപ്പറാണല്ലോ. വേറെ ഒരെണ്ണം വാങ്ങിച്ചത് അതൊക്കെ ഇട്ട് കാണിക്കാം അല്ലേ? എന്തായാലും വീട്ടിൽ കൊണ്ട് ഇട്ട് കാണിക്കാം. പിന്നെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പൊ എന്തായാലും ആലുവയിലാണ് നമ്മുടെ ഈ കടയുള്ളത് അല്ലേ? അപ്പൊ തിരിച്ച് വീട്ടിലോട്ട് പോകാനാ? വീട്ടിൽ പോയിട്ട് നമുക്ക് ഇട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഈ കടയിൽ വന്നേക്കാട്ടോ. ആ ടി വേൾഡ് വന്നേക്കാണ്. ബ്രെഡ് ഓംലേറ്റും പഴംപൊരിയാണ് നമ്മൾ കഴിക്കാൻ പോണേ അല്ലേ? അല്ലേപ്പാ? ബ്രെഡ് ഓംലേറ്റ് ഇപ്പൊ തന്നെ കൊണ്ട്. ബ്രെഡ് ഓംലേറ്റ് ഇപ്പൊ തന്നെ കൊണ്ട് കേട്ടോ. ഇത് കൊള്ളാട്ടാ, നല്ല പഴംപൊരിയാ. ഓ, അത് ബ്രെഡ് ഓംലേറ്റ്. എന്നാ പക്ഷെ എനിക്ക് അങ്ങനല്ല. മധുരം വേണ്ടേ? അന്ന് ഞാൻ ചാടിക്ക് വന്നപ്പോ ഇവിടെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടായില്ല. മോമോസ് ഞങ്ങൾ സത്യത്തില് വലിയ സങ്കടത്തിലാണ്. ഞങ്ങള് പോരുന്ന വഴിക്ക് ഭയങ്കര സങ്കടത്തിലായിരുന്നു. പോരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി സമാധാനം. പ്രത്യേകിച്ച് ഡവനക്കാട് ഒരു പയ്യൻ പോയിട്ട് ഈ റോഡിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പറവൂർക്കാവിലേക്ക് അടുത്ത് പറവൂർക്കാവ് സെമിനാരിപ്പടിക്ക് അടുത്ത് അവിടെ നിർത്തി. എന്നിട്ട് നമ്മളപ്പോൾ പരിചയപ്പെട്ടു. ഇങ്ങനെ ചാനലാണ് എടപ്പറമ്പിൽ ഫാംസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ചേച്ചിയാണല്ലോ പറഞ്ഞു. ഇതന്നെ ആ ചേച്ചി. ആ ചേച്ചി ഇപ്പൊ ജീൻസ് ഇട്ടൊക്കെയാണ് കണ്ടെന്ന്. അല്ല, ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടമുള്ളൂ. കാരണം വെച്ചാൽ കുട്ടികളുണ്ട്, ഷോൾ പിടിക്കണം, അങ്ങനെ പല പ്രശ്നങ്ങളും. അത് വിഷയമില്ല. അതിനെ അപ്പം അങ്ങനെയൊക്കെ കണ്ടതിനിപ്പോൾ ഒരു സമാധാനം. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ സങ്കടത്തിന് കാരണം നമ്മുടെ ചാനൽ ഡൗൺ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ. ചാനൽ ഡൗൺ ആകും. അത് ഫേസ്ബുക്ക് യൂട്യൂബും ഒരേ അക്കൗണ്ട് ഡൗൺ ആയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പോവാണേ. ചെരുപ്പിന്റെ അൺബോക്സിംഗ്. അതെ, ഇത് ആരും പേടിയുണ്ട്. ഇത് പഴയതാണ്. ഫോൺ തന്നെ ചെയ്തോ? അങ്ങനെ ഷെർവിനാണ് ഇപ്പൊ അൺബോക്സ് ചെയ്യാൻ പോണത്. ഇത് ഓക്കെ. ഒരെണ്ണം ഇതങ്ങോട്ട് 119 രൂപ കണ്ട. അതിതാണ് അവന്റെ ചെരുപ്പ്. എന്നാലും വണ്ടിയൊക്കെ ഉണ്ടല്ലേ? 3 വണ്ടിയുണ്ട്. പിന്നെ ഈ ചെരുപ്പ് കാണാനും ഒരു വണ്ടി പോലെ ഉണ്ട്. അടുത്തത് ഇതാണ് അവന്റെ പുതിയ ചെരുപ്പ്. അല്ലേ? ഇത് പിന്നെ വാക്രൂ ആട്ടോ. വാക്രൂ നല്ല കമ്പനി. പിന്നെ ഇത് പാരഗട്ട് ആളുടെ കമ്പനിയാണ്.
അതാണ് പറഞ്ഞത്. അത് ഞങ്ങളോട് ഡോൾഫിൻ ഉണ്ട്, ഡോൾഫിൻ. ഞങ്ങളോട് പറയണേ അതെ പൂക്കളുള്ള ചെരുപ്പാണെന്ന്. ഇവരുടെ കൂട്ടത്തിലുള്ളത് മിക്കതും പെൺകുട്ടികളാണ്. അപ്പൊ അവരുടെ ചെരുപ്പായിട്ട് അതേപോലെ വേണ്ടതാണ്. അപ്പൊ ഡോൾഫിൻ ഉണ്ട് പോലെ. അതിലപ്പോ മറ്റേ ട്രാക്ടറും ഇതൊക്കെ ഉണ്ടല്ലോ. അത് എടുത്തു വെച്ചു. അപ്പൊ സെലക്ട് ചെയ്ത് നാളെ ഈ ചെരുപ്പ് ഇടുന്നതാണ്. നമ്മുടെ ചായ വന്നു കേട്ടോ. ഒരു പാലും വെള്ളവും ഒരു ചായയും വന്നു. എന്റെ വരുന്നുള്ളു ചായ. അതൊക്കെ എടുത്തു വെച്ചാ. അപ്പൊ അങ്ങനെ നമ്മുടെ നല്ല ചൂടൻ ബ്രെഡ് ഓംപ്ലേറ്റ് വന്നിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടി ഷെർവിൻ റെഡിയാണ്, റെഡി. ആ ചൂടോടെ കഴിക്കും. പീസ് കഴിക്കും. ആർക്കത് ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ, കഴിച്ചോ. ആള് കഴിച്ചോടെ. അതെ അതെ. അപ്പൊ ഞാൻ ചായ കുടിക്കുന്ന ഒരാള് ബ്രെഡ് ഓംപ്ലേറ്റ് കഴിക്കണം. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാന്ന് പറഞ്ഞേ, സൂപ്പറാന്ന് പറഞ്ഞേ. ഇങ്ങനെയാണോ? അപ്പൊ ഇനിയിപ്പോ നമ്മളിവിടുന്ന് നേരെ വീട്ടിലോട്ടല്ലേ? അതെ, നേരെ വീട്ടിലോട്ട്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ് മൊത്തം പറ. അത്രേ ഉള്ളൂ. കാരണം ഈ ബ്രെഡ് ഓംപ്ലേറ്റിലായി. ആള് ബ്രെഡ് ഓംപ്ലേറ്റിലാ.